അടുത്തതായിട്ട് നമുക്ക് എയർ ഫിൽട്ടർ ഡിസൈനിൻ്റെ പ്രോബ്ലംസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ ഡിജിറ്റൽ ബട്ടർവർത്ത് ഫിൽട്ടർ സ്റ്റേറ്റിംഗ് ദ കണ്ടീഷൻ 0.707 ലെസ് ദാൻ ഓർ ഈക്വൽ ടു magnitude of h of e raised to j omega less than or equal to 1 for omegയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 ആൻഡ് magnitude of h of e raised to j omega less than or equal to 0.24 3 pi by 4 less than or equal to omega less than or equal to pi. Take t equal to 1 second. Use bilinear transformation. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് 6 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്സായിട്ട് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രം ദ ഗിവൺ ഡാറ്റാസ് വി ഹാവ് ടു ഡ്രോ ദ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് മീൻസ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ വേഴ്സസ് ഒമേഗയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ആക്സിസ് വരച്ചു. അടുത്തത് നമുക്ക് അതിൻ്റെ ഷേപ്പ് അറിയാം. ഷേപ്പ് പ്ലോട്ട് ചെയ്തു. മാക്സിമം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത് നോക്കുക. magnitude of h of e raised to j omega is less than or equal to 1 and greater than or equal to 0.707. അപ്പോൾ ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ എവിടെ വരും? ലെസ് ദാൻ 1 ആൻഡ് ഗ്രേറ്റർ ദാൻ 0.707 അല്ലേ? അതായത് ഈ റീജിയൻ ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ റീജിയൻ. അപ്പോൾ അതിന് അത് എപ്പോഴാണ് കിട്ടുന്നത്? ഫോർ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ ഇതാണ് ഒമേഗ ആക്സിസ്. ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ ഈ പോയിൻ്റ് എന്തായിരിക്കും? പൈ ബൈ 2. ഓക്കെ, ആദ്യത്തെ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ പ്ലോട്ട് മാർക്ക് ചെയ്തു. അടുത്ത എന്താ തന്നിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 എപ്പോഴാണ്? ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 പൈ ബൈ 4 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. അപ്പോൾ അടുത്തത് എവിടെ വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഓക്കെ, ജസ്റ്റ് ഒരു വാല്യൂ ഒരു പോയിൻറ്റിൽ 0.2 ആണ്. അപ്പോൾ ഇതിനേക്കാൾ കുറവാണ് എപ്പോഴും ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ്? ത്രീ പൈ ബൈ 4 ടു പൈ. അതായത് ഒമേഗ ഗ്രേറ്റർ ദാൻ 3 പൈ ബൈ 4 ആൻഡ് 3 പൈ ബൈ 4 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ആൻഡ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ, ഇവിടെ എത്തുന്ന പോയിൻ്റ് ഏകദേശം പൈ ആയിട്ട് വരും. നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ഒന്ന് ആദ്യത്തെ ഇന്ന് ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതെന്താണ്? ഒമേഗ പിയുടെ വാല്യൂ ആണ് അല്ലേ? ഒമേഗ പിയുടെ വാല്യൂ ആണ്. അതുപോലെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് പാസ് ബാൻഡിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് സ്റ്റോപ്പ് ബാൻഡിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതാ? ഒമേഗ എസ് ആണ്. ഈ രണ്ട് പോയിൻറ്റ്സുമാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ പൈയുടെ വാല്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താ തന്നിരിക്കുന്നത്? ടി ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യണം. തന്നിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ എന്തായിട്ടാണ് മാർക്ക് ചെയ്യാറ്? 1/√1 + ε² അല്ലേ? ഈ പോയിൻ്റ് എന്തായിട്ടാണ് മാർക്ക് ചെയ്തത്? 1/√1 + λ². ഓക്കെ, ഇനി അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനകത്തുനിന്ന് സ്റ്റെപ്പ് 1 എന്തൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കണം? ലാംഡയുടെ വാല്യൂ, എപ്സിലോണിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലോ. ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.707 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മാഗ്നിറ്റ്യൂഡ് 1, മാക്സിമം വാല്യൂ 1 ആണ്. അതിനേക്കാൾ കുറവായിരിക്കണം, 0.707നേക്കാളും കൂടുതലായിരിക്കണം. അത് എപ്പോഴാണ് വരുന്നത്? 0 ഒമേഗയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ or equal to 0 and less than or equal to pi by 2. അതായത് ഇത് പാസ് ബാൻഡാണ് വരുന്നത്. പാസ് ബാൻഡിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് pi by 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് pi by 2 എത്തുമ്പോൾ വാല്യൂ 0.707. അതുപോലെ അടുത്തത് സ്റ്റോപ്പ് ബാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റോപ്പ് ബാൻഡിൻ്റെ കേസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. 0.2 എത്തുന്നത് എപ്പോഴാണ്? ഫോർ 3 പൈ ബൈ 4. ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 പൈ ബൈ 4 ടു പൈ. അപ്പോൾ
സ്റ്റോപ്പ് ആൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3π/4 ആണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഡാറ്റാസ്, ആദ്യത്തെ ഡാറ്റ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫ്രം ദ ഫിഗർ 1/√1 + ε² = 0.707 കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എപ്സിലോണിൻ്റെ വാല്യൂ കിട്ടും. എപ്സിലോൺ = 1 കിട്ടും. അതുപോലെ തന്നെ അടുത്തത് എന്താ, 1/√1 + λ² = 0.2. അതൊക്കെ നമുക്ക് ആ ഫിഗറിൽ നിന്ന് കിട്ടിയതാണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ കിട്ടും. ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താ, സ്റ്റെപ്പ് 2 നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ωs-ഉം ωp-യും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ωs-നും ωp-ക്കും കൊടുക്കേണ്ടത്. ഇനി ബൈലീനിയർ അല്ലാണ്ട് ഇമ്പൾസ് ഇൻവാരിയൻറ്റ് മെത്തേഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കൊടുക്കണം. അപ്പോൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ωs-ൻ്റെ ഇക്വേഷൻ ഇതാണ്, 2/t tan ωst/2. ഇവിടെ t = 1 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ωs = എന്ത് കിട്ടും, 2 × 2/t, അതായത് t = 1 കൊടുത്തു. tan ωs-ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഫ്രം ദ ഫിഗർ. ωs = 3π/4 ആണ്. അതുപോലെ ടിയുടെ വാല്യൂ 1 ആണ്, /2 ആൻഡ് ദ വാല്യൂ വിൽ ബി 4.82. നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അടുത്തത് നമുക്ക് ωp കണ്ടുപിടിക്കണം. ωp-യുടെ ഇക്വേഷൻ 2/t tan ωp × t/2 ആണ്. ωp-യുടെ വാല്യൂ π/2 എന്ന് നമുക്ക് ആ ഫിഗറിൽ നിന്ന് കിട്ടും. അതുപോലെ 2 × tan π/2/2 = 2 കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 2 കിട്ടുന്നത്. ωs-ഉം ωp-യും, അതായത് അനലോഗ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ്, അനലോഗ് സ്റ്റോപ്പ് ആൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസിയും അനലോഗ് പാസ് ബാൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ദ ഓർഡർ n. n-ൻ്റെ ഇക്വേഷൻ എന്താ, n > log λ/ε log ωs/ωp. വാല്യൂസ് എല്ലാം അറിയാം. ലാംഡ കണ്ടുപിടിച്ചിട്ടുണ്ട്, എപ്സിലോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ ωs അറിയാം, ωp അറിയാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1.8 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. പക്ഷേ നമ്മളവിടെ ഓർഡറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓർഡർ നമുക്ക് അതിൻ്റെ നിയറസ്റ്റ് അടുത്തതായിട്ട് വരുന്ന ഹയസ്റ്റ് വാല്യൂയിലോട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം, ഇൻറ്റിജർ വാല്യൂയിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പോൾ 1.8ൻ്റെ അടുത്ത ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2ലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ദെർഫോർ n = 2. അതാണ് സ്റ്റെപ്പ് 3 വരുന്നത്. ഇനി സ്റ്റെപ്പ് 4 എന്താ, സ്റ്റെപ്പ് 4 നമ്മൾ ബട്ടർവർത്ത് പോളിനോമിയൽ ചൂസ് ചെയ്യണം. ഇവിടെ n = 2 ആണ്. അപ്പോൾ നമ്മൾ പോളിനോമിയലിന് n = 4 വരെയുള്ള പോളിനോമിയൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് n = 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ എന്ന് പറയുന്നത് a² + √2s + 1 ആണ്. അതാണ് സ്റ്റെപ്പ് 4 വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് നമ്മൾ HAs കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് ആദ്യം h(s) കിട്ടും. h(s)ൽ s = s/ωc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ HAs കിട്ടും. HAs എന്ന് പറഞ്ഞാൽ എന്താ, അനലോഗ് സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് HAs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടണമെങ്കിൽ ആദ്യം h(s) കിട്ടണം. h(s) എന്ന് പറഞ്ഞാൽ എന്താ, 1/ബട്ടർവർത്ത് പോളിനോമിയലാണ്. അതൊക്കെ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് എസ്സിനെ s/ωc ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ωc കണ്ടുപിടിക്കണം. ωc-യുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ωp / ε1/n. ωp-യുടെ വാല്യൂ അറിയാം 2 ആണ്, എപ്സിലോണിൻ്റെ വാല്യൂ അറിയാം 1 ആണ്. 1 ⁻1/2 = 2 കിട്ടും. Then we have to substitute s = s/ωc, that is s/2 in the expression h(s) = 1/s² + √2s + 1. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ HAs = 1/s/2 ഹോൾ സ്ക്വയർ + √2s/2 + 1 എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ LCM ഒക്കെ എടുത്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി ഈ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, 4/s² + 2.82s + 4 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 5 വരുന്നത്. ദെൻ അടുത്തത് എന്താ,
ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 6 എന്താ, നമുക്ക് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. HA(s) ഈസ് കൺവേർട്ടഡ് ടു H(z). H(z) ആണ് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് S = 2/t × 1 - z ഇൻവേഴ്സ് / 1 + z ഇൻവേഴ്സ്. അപ്പോൾ HA(s)ൻ്റെ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എസ്സിന് പകരം ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ടിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇതിനെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, സമയമുള്ളവർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് Z∞ ടേമിലുള്ള ഇക്വേഷനായിട്ട് എഴുതാം. അത്രയും നിങ്ങൾ ടൈമിനനുസരിച്ച് വേണം എക്സാമ്പിൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ കിട്ടുക. H(z) = എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് നന്നായി പഠിച്ചു വെക്കണം. സ്റ്റെപ്സ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യമായിട്ട് ഇതിനകത്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിസൈൻ സ്റ്റെപ്സ് 6 സ്റ്റെപ്സ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അനലോഗ് ഫിൽറ്റർ ഹാസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H(s) = 10 / s² + 7s + 10. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ എ ഡിജിറ്റൽ ഫിൽറ്റർ യൂസിങ് ഇമ്പൾസ് ഇൻവാരിയൻറ്റ് മെത്തേഡ്. ടേക്ക് t = 0.2 സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് അനലോഗ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് H(s) തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ H(s) ദാറ്റ് മീൻസ് HA(s), അതായത് അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് HA(s). അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H(s) = എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്നത് ഏതാ, HA(s) ആണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ നേരത്തെ H(s) = 1 ബട്ടർവർത്ത് പോളിനോമിയൽ എഴുതിയ സംഭവമല്ല, HA(s) ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ട് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ HA(s) = എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ, ഇമ്പൾസ് ഇൻവാരിയൻസ് മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇമ്പൾസ് ഇൻവാരിയൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, HA(s) = CK / S - PK എന്ന് പറഞ്ഞ ഫോമുല എഴുതണം. ഓക്കെ, അപ്പോൾ അത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ്, ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് പാർഷ്യൽ ഫ്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനെ ആദ്യം ഫാക്ടേഴ്സ് ആക്കണം അല്ലേ. ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞാൽ S+2 × S+5 കിട്ടും. t = 0.2 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ഗിവൺ ഡാറ്റയാണ് നമ്മൾ എടുത്തെഴുതിയതാണ്. ഓക്കെ, ഇനി എങ്ങനെ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ ചെയ്യുക, ദിസ് ഈസ് ഈക്വൽ ടു A / ഫസ്റ്റ് ഫാക്ടർ + B / സെക്കൻഡ് ഫാക്ടർ എഴുതി വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് A ആൻഡ് B. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് എസിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സംഭവം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എയുടെ വാല്യൂ 3.33 ബിയുടെ വാല്യൂ -3.33 കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ HA(s)നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. HA(s) = 3.33 / S+2 B -3.3 ആണ്. അപ്പോൾ മൈനസ് ഇവിടെ ഔട്ട് സൈഡ് എടുത്തു. -3.33 S+5 കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിനെ HA(s) = CK / S - PK ഫോമിലാണ്. P എന്ന് പറയുന്നത് പോൾസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ S - PK ഫോമിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ S മൈനസ് ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, അതിനൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, S+2നെ നമുക്ക് എങ്ങനെ എഴുതാം, S - -2 എഴുതാം. അതുപോലെ S+5ന് എന്ത് ചെയ്തു, S - -5. അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാനാണ്. അതല്ലെങ്കിൽ താഴെ ചെയ്യുന്ന സ്റ്റെപ്പിൽ ഡയറക്റ്റ് എടുക്കാൻ അറിയാവുന്നവർ അങ്ങനെ എടുത്താലും മതി. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ,
അപ്പം നമുക്കറിയാം ഇമ്പൾസ് ഇൻവാരിയൻസ് മെത്തേഡിൽ HCF ഈക്വൽ ടു CK ഡിവൈഡഡ് ബൈ S മൈനസ് PK ഫോമിലാണെങ്കിൽ H ഓഫ് Z എന്ന് പറയുന്നത് എന്തായിരിക്കും CK ഡിവൈഡഡ് ബൈ 1 മൈനസ് E റേസ് ടു PK ഇൻറ്റു T Z ഇൻവേഴ്സ് ഇതായിരിക്കും. ഇതാണ് ചെറിയ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ട്. CK എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ C1 C2Kയുടെ വാല്യൂ 1 ആണെങ്കിൽ C1 അപ്പോൾ C1 ഡിവൈഡഡ് ബൈ S മൈനസ് P1 C2 ഡിവൈഡഡ് S മൈനസ് P2 അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഫോമിൽ തന്നെയാണ്. ആദ്യത്തേൽ കേസ് നോക്കുകയാണെങ്കിൽ 3.33 ഡിവൈഡഡ് ബൈ S മൈനസ് PK ഫോമിലാണിത്. നോക്കുക, അടുത്തതും അതുപോലെ തന്നെ S മൈനസ് PK ഫോമിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, H ഓഫ് സെഡിനെ ഇതിനകത്തുനിന്ന് എഴുതാം. H ഓഫ് സെഡ് എങ്ങനെ കിട്ടും, CKനെ അതുപോലെ തന്നെ എഴുതുക അല്ലേ, CK അതേപോലെ തന്നെ എഴുതി ദെൻ 1 മൈനസ് രണ്ട് ടേമിന് എഴുതാൻ ആദ്യത്തെ ടേം മാത്രമേ ഞാൻ ആദ്യം പറയുന്നത് 1 മൈനസ് E റേസ് ടു PK. അപ്പോൾ ആദ്യത്തെ ടേമിലെ PKയുടെ വാല്യൂ എന്താ ഇവിടെ നോക്കുക, ആദ്യത്തെ ടേമിലെ PKയുടെ വാല്യൂ എന്ന് പറയുന്നത് -2. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടത് S മൈനസ് PK ഫോമിലാണ്. അപ്പോൾ PK ഈക്വൽ ടു -2 എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ E റേസ് ടു -2 ഇൻറ്റു ടിയുടെ വാല്യൂ എത്ര, T ഈക്വൽ ടു 0.2 ഇൻറ്റു Z ഇൻവേഴ്സ് മൈനസ് അടുത്ത ടേമിനി അതേപോലെ തന്നെ എഴുതുക. CK എന്ന് പറയുന്നത് 3.33 ആണ്. CK 3.33 ആണ്. അതുപോലെ 1 മൈനസ് E റേസ് ടു PK എന്ന് പറയുന്നത് എത്ര ഇവിടെ -5 ആണ്. -5 ഇൻറ്റു T ഈക്വൽ ടു 0.2 ആണ് ഇൻറ്റു Z ഇൻവേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് H ഓഫ് Z is equal to സിംപ്ലിഫൈ ചെയ്തു. ദെൻ E റേസ് ടു -0.4 കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 0.67 ആണ്. E റേസ് ടു -1 എന്ന് പറയുന്നത് 0.367 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എഴുതി, സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇത്രയേ ഉള്ളൂ ഇമ്പൾസ് ഇൻവാരിയൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇവിടെ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നു, എന്നിട്ട് എന്ത് ചെയ്തു, ഇമ്പൾസ് ഇൻവാരിയൻസ് മെത്തേഡ് വെച്ചിട്ട് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇമ്പൾസ് ഇൻവാരിയൻസിന് പകരം വേണമെങ്കിൽ യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എസ്സിന് പകരം ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2/t ഇൻറ്റു ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് സ്പെസിഫിക്കേഷൻസ് തന്നിട്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ ഡയറക്റ്റ് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ചെയ്യാനുള്ളതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിസൈൻ എ ബട്ടർവർത്ത് ഫിൽറ്റർ ഹാവിംഗ് 3 dB പാസ് ബാൻഡ് അറ്റന്യൂഷൻ അറ്റ് 350 ഹെർട്സ് ഫ്രീക്വൻസി ആൻഡ് 10 dB സ്റ്റോപ്പ് ബാൻഡ് അറ്റന്യൂഷൻ അറ്റ് 1000 ഹെർട്സ് ഫ്രീക്വൻസി ടേക്കിംഗ് സാമ്പിളിംഗ് ഫ്രീക്വൻസി 5000 ഹെർട്സ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഈ കേസിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ബാൻഡ് അറ്റന്യൂഷനും പാസ് ബാൻഡ് അറ്റന്യൂഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. അത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് അത് എടുത്തെഴുതി. ആൽഫ പി ആണ് പാസ് ബാൻഡ് അറ്റന്യൂഷൻ, ദാറ്റ് ഈസ് 3 dB. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്രയാണ്, 3 dB അറ്റന്യൂഷൻ അറ്റ് എത്രയാണ്, അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി FP ആണ്. നമ്മൾ ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 350 ഹെർട്സ്. അതുപോലെ ആൽഫ എസ് ആണ് സ്റ്റോപ്പ് ബാൻഡ് അറ്റന്യൂഷൻ അറ്റ് 10 dB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി FS ഈക്വൽ ടു 1000 ഹെർട്സ് ആണ്. സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എന്ന് എടുക്കാം, അതല്ലെങ്കിൽ F സഫിക്സ് എക്സ്, ദാറ്റ് മീൻസ് സാമ്പിളിംഗ് ക്യാപിറ്റൽ F ആണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 5000 ഹെർട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തന്നിട്ട്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഡിസൈനിൽ ഒരു പ്രോബ്ലം മീൻസ് ഒരു ഫിഗർ വരച്ചതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽഫ പിയും ആൽഫ എസ് ഒക്കെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽഫ പി എന്ന് പറയുന്നത് ഇതാണ്. ആൽഫ പി എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഒമേഗ പി ആണ്. അതുപോലെ ആൽഫ എസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് അല്ലേ, ഈ പോയിൻ്റ് മീൻസ് ഈ പോയിൻ്റ് ഇതാണ് ഈ വാല്യൂ ആണ് ആൽഫ എസ്. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ പി. ആൽഫ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ്, അതായത് ഒമേഗ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/√1 + ε², ഇത് 1/√1 +
ലാംഡ സ്ക്വയറും. അപ്പോൾ ഇതിൽ ഒന്നും തന്നിട്ടില്ല, ആകെ ആൽഫ പിയും എഫ് പിയും ആൽഫ എസും എഫ് എസും ക്യാപിറ്റൽ എഫും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. ആദ്യം ഒമേഗ എസ് കണ്ടുപിടിക്കാം. ഒമേഗ എസ് എന്ന് പറയുന്നത് എന്താ? സ്റ്റോപ്പ് ആൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ നേരത്തെ എഴുതിയിട്ടുണ്ട് ഡിസൈനിൽ, 2π ഇൻറ്റു എഫ് എസ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എഫ്. അപ്പോൾ 2π ഇൻറ്റു എഫ് എസ് അറിയാം 1000 ആണ്, ഡിവൈഡ് ബൈ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5000. അത് ചെയ്ത് കഴിഞ്ഞാൽ 1.256 റേഡിയൻ പെർ സെക്കൻഡ്. ഇവിടെ തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് ഫ്രീക്വൻസി തന്നെയാണ്, പക്ഷെ അത് ഇൻ ഹെഡ്സ് ആണ്. നമുക്ക് ഒമേഗ എസ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് വിൽ ബി ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ഒമേഗ പി കണ്ടുപിടിക്കണം. ഒമേഗ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. ഒമേഗ പി ഈക്വൽ ടു 2π എഫ് പി ഡിവൈഡ് ബൈ സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 350 ഡിവൈഡ് ബൈ 5000. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.439 കിട്ടും. അതുപോലെ സാമ്പിളിംഗ് ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. സാമ്പിളിംഗ് ടൈം ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാം. ടി ഈക്വൽ ടു 1/fs ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5000. ദാറ്റ് വിൽ ബി 2 ഇൻറ്റു 10⁻⁻⁴. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡിസൈൻ സ്റ്റെപ്പ് 1 ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഡിസൈൻ സ്റ്റെപ്പിൽ 1 എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആപ്സിലോണും ലാംഡയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്സിലോണും ലാംഡയും ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക? ആപ്സിലോൺ ലാംഡയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 10⁻⁴1 ആൽഫ പി മൈനസ് 1. നമ്മൾ നേരത്തെയൊക്കെ ഈ പോയിന്റിൽ ഫിഗറിൽ ഈ പോയിന്റിനകത്തുള്ള വാല്യൂന്ന് ഡയറക്റ്റ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് 1/√1 + ε² ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ അറിയാവുന്നതെന്നായിരുന്നു അത് ചെയ്തിരുന്നത്. ഇവിടെ ഇവിടുത്തെ വാല്യൂ അറിയാത്തത് കൊണ്ട് നമ്മൾ ലാംഡയുടെയും എപ്സിലോണിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആൽഫ പി ആൻഡ് ആൽഫ എസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ഈക്വൽ ടു 0.997 ലാംഡ ഈക്വൽ ടു 3 കിട്ടും. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനിയെല്ലാം നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് 2 നമ്മൾ അനലോഗ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ഒമേഗ എസും ഒമേഗ പിയും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ ഒമേഗ എസ് ഈക്വൽ ടു 2/t tan ഒമേഗ എസ് ഇൻറ്റു ടി ഡിവൈഡ് ബൈ 2 ആണ്. ഒമേഗ എസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.256 കിട്ടും. അതുപോലെ ഒമേഗ പി ഈക്വൽ ടു 2/t tan ഒമേഗ പി ഡിവൈഡ് ബൈ 2 ആണ്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.439 കിട്ടും. അതാണ് സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 3 ചെയ്യേണ്ടത് എന്താ? ഓർഡർ കണ്ടുപിടിക്കണം. n > or = log ലാംഡ ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് ഒമേഗ എസ് ബൈ പി ഒമേഗ പി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.04 കിട്ടും. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം, ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂയിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 2 കിട്ടും. ദെർഫോർ n ഈക്വൽ ടു 2. അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 4 നമ്മൾ ബട്ടർവർത്ത് പോളിനോമിയൽ ചൂസ് ചെയ്യണം. n ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടർവർത്ത് പോളിനോമിയൽ എന്ന് പറയുന്നത് a² + √2 s + 1 ആണ്. അടുത്തത് സ്റ്റെപ്പ് 5 എന്താ ചെയ്യേണ്ടത്? h(s) എഴുതിയിട്ട് h(a)(s) കണ്ടുപിടിക്കണം. അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ h(s) ഈക്വൽ ടു 1 ബട്ടർവർത്ത് പോളിനോമിയൽ. h(a)(s) ഈക്വൽ ടു h(s) can be converted to h(a)(s). that is by substituting s equal to s by omega c. അപ്പോൾ ഒമേഗ സി കണ്ടുപിടിക്കാം. ഒമേഗ സി ഈക്വൽ ടു ഒമേഗ പി ഡിവൈഡ് ബൈ എപ്സിലോൺ റൈസ് ടു 1/n ആണ്. ഒമേഗ പിയുടെ വാല്യൂ 0.439 കണ്ടുപിടിച്ചിട്ടുണ്ട്. എപ്സിലോൺ ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.439 കിട്ടും. ദെൻ വി വിൽ ഗെറ്റ് HEA(s) കിട്ടും. എന്ത് ചെയ്താൽ മതി? എസിന് പകരം s by 0.439 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഇത് കിട്ടും. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ഡിജിറ്റൽ സിസ്റ്റം ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് h(z) കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? s ഈക്വൽ ടു 2/t ഇൻറ്റു 1 - z ഇൻവേഴ്സ് ഡിവൈഡ് ബൈ 1 + z ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് HA(s). ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇൻറ്റു 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, വിട്ടുപോയി.
അപ്പോൾ ഇതായിരിക്കും ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ ആൻ അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ദാറ്റ് ഹാസ് -2 dB പാസ് ബാൻഡ് attenuation at a frequency of 20 radian per second and at least -10 dB stop band attenuation at 30 radian per second. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കണം. അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. ഇതുവരെ ചെയ്തൊക്കെ നമ്മൾ ഡിജിറ്റൽ ബട്ടർവർത്ത് ഫിൽറ്റേഴ്സ് ഡിസൈൻ ആയിരുന്നു. ഇത് ചെയ്യേണ്ടത് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററാണ്. രണ്ടും ഡിസൈൻ സ്റ്റെപ്സ് ഒന്നും വ്യത്യാസമല്ല, പക്ഷേ എടുക്കുന്ന സംഭവങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് അതേതൊക്കെയെന്നുള്ളത് നമുക്ക് പറയാം. ഇക്വേഷൻസ് എല്ലാം സെയിം ആണ്, നോട്ടേഷനാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ dB അറ്റിന്യൂഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ -2 dBയും -10 dBയും അത് കണ്ടിട്ട് പ്രശ്നമൊന്നും തോന്നണ്ട. അത് ഏതിലാണെങ്കിലും ഡിജിറ്റലാണെങ്കിലും അനലോഗ് ആണെങ്കിലും മൈനസ് മീൻസ് നമുക്ക് മാക്സിമം വാല്യൂ ഇവിടെ 1 എന്നാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മൈനസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൽഫ പി വരും. അതുപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആൽഫ എസ് വരും. അതാണ് മൈനസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡൗൺ ആയിട്ടല്ലേ നമ്മൾ കടിക്കുന്നത് ഇൻ dB. ഓക്കെ, അതുകൊണ്ടാണ് ഈ മൈനസ് സൈൻ വരുന്നത്. അപ്പോൾ ആൽഫ പി എടുക്കുന്ന സമയത്ത് 2 dB മതി. ആൽഫ എസ് ഈക്വൽ ടു 10 dB. വാല്യൂ മാത്രം എടുത്താൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഒമേഗ പി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അനലോഗാണ് വരയ്ക്കുന്നത്. അനലോഗ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗയാണ്. ഓക്കെ, വേഴ്സസ് ജെ ഒമേഗ വേഴ്സസ് ഒമേഗ. ഓക്കെ, ഈ ഒമേഗയാണ്, ഓം ടൈപ്പ് ഒമേഗയാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അനലോഗ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ഒമേഗ എസും ഒമേഗ പിയും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അനലോഗ് വരുന്നത്. ഡിജിറ്റൽ എന്ന് പറയുന്നത് ഡബ്ല്യു ടൈപ്പ് ഒമേഗയാണ്. അത് രണ്ടും തമ്മിൽ മാറിപ്പോക്കരുത്. അപ്പോൾ ഇവിടെ എഴുതുമ്പോഴും അതുപോലെ ചെയ്താൽ മതി. ആൽഫ പി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗ എഴുതണം. ഒമേഗ പി ഈക്വൽ ടു 20 റേഡിയൻ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ആൽഫ എസ് ഈക്വൽ ടു 10 dB അറ്റ് ഒമേഗ എസ് ഈക്വൽ ടു 30 റേഡിയൻ പെർ സെക്കൻഡ്. ഇവിടെ ഇൻ റേഡിയനിൽ തന്നെയാണ് ഫ്രീക്വൻസി തന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ കൺവേർഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ അതേ ഡിസൈൻ സ്റ്റെപ്സ് തന്നെ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? എപ്സിലോണിൻ്റെയും ലാംഡയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യാം? നമ്മൾ പോളിനോമിയൽ ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത എന്ത് ചെയ്യുക? പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അത്രയും ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ ഡിജിറ്റൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ വാല്യൂസൊക്കെ എഴുതി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് പ്ലോട്ട് ചെയ്യലൊക്കെ ചെയ്തതിന് ശേഷം എപ്സിലോണിൻ്റെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് സ്റ്റെപ്പ് 1 വരുന്നത്. നമ്മൾ ഡിജിറ്റലിൻ്റെ സ്റ്റെപ്സ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 0.764ഉം ലാംഡയുടെ വാല്യൂ 3യും കിട്ടും. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈനിൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അനലോഗ് ഫ്രീക്വൻസീസ് ഒമേഗ എസും ഒമേഗ പിയും കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ ഇത് നമ്മൾ അനലോഗ് ഫിൽറ്ററാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിവിടെ ഓൾറെഡി ഒമേഗ പിയും ഒമേഗ എസും അറിയാം. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് 2 ആയിട്ട് അതിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡർ കണ്ടുപിടിക്കാനായിരുന്നു. n > ലോഗ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. n > log of lambda by epsilon divided by log of omega s by omega p. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതേ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇവിടെ ലാംഡ ബൈ എപ്സിലോൺ, ലാംഡയുടെയും എപ്സിലോണിൻ്റെ ഇക്വേഷൻ, അതായത് നമ്മൾ ഇവിടെ എഴുതിയ ഇക്വേഷൻ ലാംഡയുടെയും എപ്സിലോണിൻ്റെയും ഇവിടെ എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെയ്ത അതേ ഓർഡറിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റെപ്പ് 2ൻ്റെ ആവശ്യമില്ല. അവിടുത്തെ സ്റ്റെപ്പ് 3 ആണ് ഇവിടുത്തെ സ്റ്റെപ്പ് 2. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ ഇത് കിട്ടും, 3.37 കിട്ടും.
അതിനെ നമ്മൾക്ക് നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുമ്പോൾ n=4 അതാണ് സ്റ്റെപ്പ് 2 വരുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടുത്തെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ബട്ടർവർത്ത് പോളിനോമിയൽ ചൂസ് ചെയ്യണം അല്ലേ? ബട്ടർവർത്ത് പോളിനോമിയൽ ചൂസ് ചെയ്യലായിരുന്നു അവിടുത്തെ സ്റ്റെപ്പ് 4. അതിവിടെ സ്റ്റെപ്പ് 3 ആയിട്ട് ചെയ്യാം. അപ്പോൾ ബട്ടർവർത്ത് പോളിനോമിയൽ എന്ന് പറയുന്നത് n=4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടർവർത്ത് പോളിനോമിയൽ ഇതാണ് s² + 0.76 × s + 1 × s² + 1.84 × s + 1. ഇതാണ് ബട്ടർവർത്ത് പോളിനോമിയൽ. ഇത് ചൂസ് ചെയ്യലാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് 4ലാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് h(s) = 1 / ബട്ടർവർത്ത് പോളിനോമിയൽ. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ചൂസ് ബട്ടർവർത്ത് പോളിനോമിയൽ. ഓക്കെ, ഇത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് h(s) എഴുതുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HA(s) ആണ് അല്ലേ? HA(s) കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? h(s)ലെ എസ്സിന് പകരം s/ωc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ωc കണ്ടുപിടിക്കണം. ഇവിടെ ωc എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ? ωc = ωp / ε1/n. ഓക്കെ, എപ്സിലോൺ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എപ്സിലോണിൻ്റെ ഇക്വേഷൻ എഴുതി, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ പഠിച്ച അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ωp / ε1/n. ωpയുടെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ωc എന്ന് പറയുന്നത്. ωpയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എപ്സിലോണിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ ആൻസർ കിട്ടും. 21.3868 കിട്ടും. ദാറ്റ് ഈസ് ωc. ദെൻ അടുത്ത എന്താ ചെയ്യേണ്ടത്? എസ്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? s / 21.3868 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? HA(s) കിട്ടും. ഓക്കെ, ഇതിൽ കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത്രയല്ലെങ്കിലും നിങ്ങൾ ഇത്രയെങ്കിലും എഴുതി വെക്കണം. മീൻസ് ഇത് 2 ടേം ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ അതേ സ്റ്റെപ്പ് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈനിൻ്റെ അതേ സ്റ്റെപ്സ് തന്നെയാണ് വരുന്നത്. അതിനകത്ത് സ്റ്റെപ്പ് 2ൻ്റെ ആവശ്യം വരുന്നില്ല, അതുപോലെ സ്റ്റെപ്പ് 6ൻ്റെ ആവശ്യം വരുന്നില്ല. അതുള്ളൂ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ IIR ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻസിൽ വരുന്നത്.